എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖത്തിൻ്റെ വിവരങ്ങളും, അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ലൈഫ് ലൈനിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലെത്തി. അങ്ങനെ ഏതാണ്ട് ഒരു 1.5 മാസക്കാലമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്യും, പിന്നെ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, പിന്നെ വീഡിയോ എടുക്കുന്നില്ലേ, യൂട്യൂബ് വീഡിയോ ഒന്നും ഇടുന്നില്ലേ. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു മാനസികാവസ്ഥ അതിന് പറ്റിയതല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ്റെ അസുഖമൊക്കെ മാറട്ടെ, പിന്നെ നമുക്ക് വീഡിയോ ഇടാമെന്ന്. ലാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഹാർട്ടിൻ്റെ പമ്പിങ് 20% ആയിരിക്കുമ്പോഴാണ് പേസ് മേക്കർ വെച്ചത്. പേസ് മേക്കർ വെച്ചതെന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിലാണ്. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏതാണ്ട് 6 വർഷം കഴിഞ്ഞു. 6 വർഷം ഒരു പ്രശ്നവുമില്ലാതെ കടന്നുപോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ ഏതാണ്ട് ലാസ്റ്റോടുകൂടി ആ പേസ് മേക്കർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഡോക്ടർ ഇത് വെച്ചപ്പോഴേ പറഞ്ഞിരുന്നു, ഹാർട്ടിൻ്റെ പമ്പിങ്ങിലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിതം മാറുന്നതനുസരിച്ച് ഈ മെഷീന് പ്രവർത്തിക്കും. അപ്പോൾ ഷോക്ക് ഏൽക്കുമ്പോഴുള്ള ആ ഒരു ഷിവറിങ് പോലെയാണ് അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായത്. വീഴാതിരിക്കാൻ വേണ്ടി കസേരയിൽ പിടിച്ച് ഇരുന്നു ആ സമയത്ത്. പിന്നീട് അങ്ങ് തുടർച്ചയായി ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ഒരു 5-6 പ്രാവശ്യമൊക്കെ ആയിക്കഴിഞ്ഞപ്പം കുഴപ്പമില്ല എന്ന് ആ സമയത്ത് അബോധാവസ്ഥയിൽ അങ്ങാവാണ്. ഒരു സെക്കൻഡ് കൊണ്ട് വീണ്ടും കോൺഷ്യസ് ആവും. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് പറയും. പിന്നെ നിർബന്ധിച്ച് ഒരു 4 പ്രാവശ്യമൊക്കെ ആയപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് ഈ മെഷീൻ അങ്ങോട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ എങ്ങനെ കറണ്ട് അടിക്കുന്ന അല്ലെങ്കിൽ ഇടി ഏൽക്കുന്നത് ആ ഒരു തരത്തിലായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് ഒരുപാട് പേടിച്ചു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനിടയിൽ ആ മെഷീൻ്റെ ടെക്നീഷ്യനെ വരുത്തി നോക്കിയപ്പം ഏതാണ്ട് 10 സിവിയറായിട്ടൊരു 4 അറ്റാക്കും ഉണ്ടായിട്ടുണ്ട്. ബാക്കി മൈനർ അറ്റാക്കാണ്. ആകെ 10 അറ്റാക്കുകൾ തടഞ്ഞിട്ടുണ്ട് ഈ മെഷീൻ. അപ്പോഴേക്കും ഹാർട്ടങ്ങ് വളരെ ഫെയിലറായി കഴിഞ്ഞു. അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലെത്തിക്കഴിഞ്ഞ് ഒരു ദിവസം ഇവിടെ തങ്ങി. അതായത് ഇപ്പോൾ ഈ ഓഗസ്റ്റ് ഒരു 23-നൊക്കെ 23-ാം തീയതി വീട്ടിലുണ്ട്. 24-ാം തീയതി ഇവിടെ താമസിച്ചു. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിക്കുകയും ആംബുലൻസ് വിളിച്ചിട്ട് 108 ആംബുലൻസ് വിളിച്ച് അവർ ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കഴിവതും ഒരുപാട് ഹോസ്പിറ്റലിലെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ശരിക്കും ICUവിൽ അദ്ദേഹം കിടന്നു. ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണാനുള്ള അവസരം കിട്ടി. അങ്ങനെ എല്ലാ അവയവങ്ങളും
ഫെയിലായത് കാരണം പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമോ എന്നുള്ളത് വളരെ സംശയമായിരുന്നു. ഡോക്ടേഴ്സ് തന്നെ ഞങ്ങളെ അറിയിച്ചിരുന്നു, നിങ്ങളുടെ മനസ്സൊക്കെ പാകപ്പെടുത്തി എടുക്കണം, ഇപ്പം ഇന്നതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന ഒരു സൂചന നമുക്ക് തന്നിരുന്നു. എന്തായാലും ഹാർട്ടിൻ്റെ ഫെയിലിയർ വന്നപ്പോഴേക്കും ബാക്കി ഓർഗൻസിലെല്ലാം അത് ബാധിച്ചു കഴിഞ്ഞു. കിഡ്നി രണ്ടും ഫെയിലായി, അതുപോലെ ലിവർ, അങ്ങനെ ഓരോ അവയവവും ഫെയിലായി. അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയർ വന്ന് അത് കാരണം കൊണ്ട് തന്നെ 2 കാലിലും ഭയങ്കര നീരായി, അത് ഇൻഫെക്ഷനായി. ICUയിൽ വെച്ചത് പൊട്ടി, ഒരു കാലിൻ്റെ പൊട്ടി. ലാസ്റ്റിൽ 24-ാം തീയതി, ഓഗസ്റ്റ് 24-ാം തീയതി 5 മണി കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് കയറി. 5 മണി മുതൽ 5:30 വരെയാണ് അവിടുത്തെ പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്യാനുള്ള ടൈം. ആ സമയത്ത് ഞാൻ ചെല്ലുമ്പോഴേക്കും സംസാരശേഷി ഒരു ചെറുതായിട്ടേ ഉള്ളൂ, നാക്കെല്ലാം കുഴഞ്ഞു പോവായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇടത്തെ കാല് അനങ്ങുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒന്ന് അനക്കി നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് അനക്കി നോക്കാൻ തുടങ്ങിയിട്ട് പറ്റുന്നില്ല. ആ കാലം അപ്പോഴേക്കും സ്ട്രോക്ക് പോലെ എനിക്ക് തോന്നുന്നു, ഇടതുവശം സ്ട്രോക്കായിപ്പോയി, അനക്കാനേ പറ്റുന്നില്ല. അതുപോലെ തന്നെ വെയിൻ കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴും പിന്നെ കഴുത്തിൻ്റെ അവിടെ കിഴിച്ചിട്ട് മെഡിസിനൊക്കെ കൊടുത്തു. അവരെ കൊണ്ട് പരമാവധി ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമങ്ങളും അവർ ചെയ്തു. അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത എല്ലാ ഡോക്ടേഴ്സിനും, നഴ്സുമാർ, അതുപോലെ തന്നെ പാരാമെഡിക്കൽസ്, ഇവിടുത്തെ സ്റ്റാഫുകൾ, എല്ലാ സ്റ്റാഫുകൾക്കും ഞാൻ ഒരു നന്ദിയും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. അദ്ദേഹം 25-ാം തീയതി വെളുപ്പിന് 4:30 ഞങ്ങൾക്ക് ICUവിൽ കയറി കാണാനുള്ള പെർമിഷൻ ഇല്ലല്ലോ. അപ്പോഴേ 4:20 ആയപ്പോഴേക്കും ICUവിൽ നിന്ന് അവർ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പൾസ് തീരെ കുറഞ്ഞു വന്നു. അങ്ങനെ ലാസ്റ്റിൽ അത് നിന്നു. പിന്നീട് അവർ ECG എടുത്ത് നോക്കിയപ്പം അത് ബ്ലാങ്ക് ആയിരുന്നു. അങ്ങനെ 4:30 ഓഗസ്റ്റ് 25-ാം തീയതി 4:30 അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയി. എൻ്റെ ഓരോ വീഡിയോയിലും എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നുകൊണ്ടിരുന്നത് ചേട്ടനായിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളെയും കൂടി എനിക്കത് അറിയിക്കണമെന്നുണ്ടായിരുന്നു എപ്പോഴും. ഇപ്പോൾ അതിൽ നിന്നൊരു വരുമാനം കിട്ടിയിട്ടോ ഒന്നുമല്ല, ഇതുവരെ കിട്ടിയിട്ടുമില്ല. പക്ഷെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം അദ്ദേഹം എനിക്ക് എപ്പോഴും തന്നിരുന്നു. ഇക്കാരണം കൊണ്ടാണ് ഇതുവരെ വീഡിയോസ് ഒന്നും ഇടാതെ പോയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുന്നു. ഓക്കെ, നമസ്കാരം.